Salam Namaste. If you are new here, I am Dr. Sharon Paul Palathingal and I make videos on life, motivation and industry. Already എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഹായ് വെൽക്കം ബാക്ക്. ഉയർന്നു വരുന്നത് കാണുമ്പോൾ സ്വന്തമെന്ന് പറയുന്നവർക്ക് പോലും അസൂയ തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ സൊസൈറ്റിയുടെ കാര്യം പറയണോ? നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? ഫിൽറ്റർ വാരിക്കോരി ഇട്ടിരിക്കുകയാണല്ലോ അമ്മച്ചി. ഓ പിന്നെ വെഡിങ് ആനിവേഴ്സറി ഒന്നും വേറെങ്ങും നടക്കാത്ത പോലെയാണല്ലോ. കുള്ളത്തിയാണ് നീ, കറുമ്പി, വെള്ളം പാറ്റ, കഷണ്ടി, തോട്ടി, ഇങ്ങനെ പല കമന്റ്സും നിങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ പ്രായം എത്തുന്നവരെ കേട്ട് കാണും അല്ലേ? യു മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ലൈഫിൽ ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും പ്രശ്നങ്ങൾ നേരിട്ട് അതിൽ നിന്ന് കരകയറിയവർക്ക് മാത്രമേ അതിൽ നിന്ന് ഉള്ള നോളജ് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവർ അവർ ഫേസ് ചെയ്ത അതേ പ്രോബ്ലംസിലൂടെ കടന്നു പോകരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ മനുഷ്യ വികാരത്തെ പറയുന്നത് എന്താണെന്നറിയോ? മനുഷ്യത്വം. അതില്ലാത്തവരും കുഴിയിൽ വീണുപോയിട്ട് അതിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാത്തവരുമായ നിങ്ങളാണ് മറ്റുള്ളവരെ കളിയാക്കാൻ നിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ ലൈഫിൽ നല്ലത് കാണാൻ സാധിക്കില്ല. ഈ വീഡിയോ ഇത്തരത്തിൽ ഉള്ള സൊസൈറ്റിയുടെ കമന്റ്സ് കേട്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ട്രസ്റ്റ് മീ, ഇങ്ങനത്തെ ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണ്. അതവരെ കൊട്ടിഘോഷിച്ച് അറിയിക്കണമെന്നുമില്ല. ജസ്റ്റ് സൈലന്റ്ലി പാർക്ക് യുവർ വേസ്. വൈ ഡു യു വോണ്ട് ടു വേസ്റ്റ് യുവർ ടൈം ഓൺ ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ? നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ടെൻഷൻ എല്ലാം ഇത്തരത്തിലുള്ള ആളുകളിൽ സ്പെൻഡ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും നിങ്ങൾക്കില്ല. ബിക്കോസ് ഇഫ് യു ഡു സോ, ഇഫ് യു റിയാക്ട് ടു ദെയർ സ്റ്റുപ്പിഡിറ്റി, ദേ ആർ നെവർ ഗോയിങ് ടു സിമ്പത്തൈസ് യു. പകരം അവർക്ക് എന്തായിരിക്കും മനസ്സിൽ തോന്നുക? അവര് നമ്മളിലേക്ക് എറിഞ്ഞ ആ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വിഷമമാകിയാൽ അവരുടെ ഉദ്ദേശം അവർക്ക് നടന്നു കിട്ടി. ഇതാണ് ഉണ്ടാവുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. അൾട്ടിമേറ്റ്ലി ഇത്തരത്തിലുള്ള ആളുകളുടെ ഫീലിങ്സിനെ നമ്മൾ മലയാളികൾ പറയുന്നൊരു വാക്കുണ്ട്, അസൂയ. അസൂയ കൊണ്ടാ. അങ്ങനെയുള്ളവരെ ലൈഫിൽ നിന്ന് പരമാവധി മാറ്റി നിർത്താൻ ശ്രമിക്കാം. ഇവരുടെ ഈ നെഗറ്റീവ് കമന്റ്സ് എല്ലാം കേട്ടതിന് ശേഷം പിന്നീട് നമുക്ക് ലൈഫിൽ മുന്നേറാൻ സാധിക്കാത്ത വണ്ണം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കില്ല, സത്യമല്ലേ? അത് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ നമ്മൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ് ഉണ്ടാകുന്നത്? ഇത്തരത്തിൽ അസൂയപ്പെട്ട ആളുകളുടെ ആ ടെക്നിക്ക് വർക്കൗട്ട് ആവുകയല്ലേ ചെയ്യുന്നത്? ദേ ഫീൽ ഗുഡ് അബൌട്ട് ദെംസെൽഫ് വെൻ യു ഫീൽ ബാഡ് അബൌട്ട് യുവർ സെൽഫ്. നമ്മൾക്ക് നമ്മളോട് തന്നെ മതിപ്പ് കുറയുമ്പോൾ നമ്മളെ സങ്കടപ്പെടുത്താൻ ശ്രമിച്ചവർ, നെഗറ്റീവ് കമന്റ്സ് അടിച്ചവർ, അവർക്ക് വളരെയധികം ഗുഡ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ പറയുന്നതാണ് നെഗറ്റീവ് പീപ്പിൾ. ജസ്റ്റ് കട്ട് ദം ഔട്ട് ഫ്രം യുവർ ലൈഫ്. ദോസ് പീപ്പിൾ സിംപ്ലി സക്ക് യുവർ എനർജി. നമ്മുടെ പോസിറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെടും അല്ലേ? ദേ ആർ ജസ്റ്റ് ലൈക്ക് പോയ്സണസ് ടു അവർ ലൈഫ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. ഇങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അവരോട് സംസാരിച്ചതിന് ശേഷം നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ വളരെ മോശമായി തോന്നും, വളരെ ഡൗൺ ഫീലിംഗ് ആയിട്ട് തോന്നും. ലൈക്ക് വി ഹാവൻറ്റ് അച്ചീവ്ഡ് എനിത്തിങ് ഇൻ ലൈഫ്. നമ്മൾക്ക് തന്നെ നമ്മളോടുള്ള മതിപ്പ് കുറയും. ഫീൽ ഫോക്കസ്ഡ് അബൌട്ട് യുവർ ഓൺ ലൈഫ്. എനിക്കറിയില്ല നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന്. എൻ്റെ ലൈഫിലുമുണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് പേർ. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യാൻ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചു. അവരുടെ ആ നെഗറ്റീവ് വൈബ് നമ്മളുടെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യാതെ ആക്കിയെടുത്തു. ഇങ്ങനെയുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം, ഇതെല്ലാമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡായി, എക്സ്പെർട്ടായി ഈ കാര്യത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്. ലൈഫിലെ ഓരോ ഡേയിലും ഓരോ നിമിഷത്തിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാനും ഫേസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ടിപ്പ് ഈസ് ഹാവ് സെൽഫ് ലവ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതൊക്കെ ആളുകളുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇതിനൊക്കെ ഒരു ബൗണ്ടറീസ് വയ്ക്കുക. ഇറ്റ്സ് നോട്ട് ബീങ് സെൽഫിഷ്. അത് സെൽഫിഷ് ആവുന്നതല്ല, പക്ഷേ ചെറിയ രീതിയിലുള്ള ഹെൽത്തി ബൗണ്ടറീസ് എല്ലാം കീപ്പ് ചെയ്താൽ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റിന്, നമ്മളുടെ മൈൻഡിന് സങ്കടം തോന്നുന്ന കാര്യങ്ങളിലെ പകുതി മുക്കാലും നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. നെഗറ്റീവ് കമന്റ്സ് എല്ലാം നമ്മൾക്ക് ഭയങ്കരമായി എഫക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ കമന്റ്സിനെ, അത് പറഞ്ഞ ആളുകളെ, ഇവരെല്ലാം നമ്മൾ ഒരുപാട് വാല്യൂ ചെയ്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും. ഇപ്പോൾ യൂട്യൂബ് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ കുറേ പേര് നെഗറ്റീവ് ആളുകൾ ഉണ്ടാകും. ജസ്റ്റ് ഫോർ ഫൺ. ചുമ്മാ ആ ആള് യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കി ഒന്ന് വളരുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചില ആളുകൾ. ഇവരെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കാതെ കുറച്ചൊക്കെ സ്വയം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഗിവ് സെൽഫ് ലവ്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഓൾസോ സെൽഫ് ലവിന് കുറച്ച് ടൈം കണ്ടെത്തുക. ഏതൊക്കെ ഫീൽഡിലാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്? മിക്കവാറും ആ ഫീൽഡിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ഷൈനിങ് ഫ്യൂച്ചർ ഇരിക്കുന്നത്. യു ഷുഡ് ഹാവ് ദ സ്ട്രെങ്ത് ടു സേ, ഹേ യു, ഐ ആം ഡെഫിനറ്റ്ലി നോട്ട് afraid of your negative comments. I will shine the way I should. You know why? I don't need your validation.
I have my Lord beside me to guide my path. So, whom shall I fear? That's called positive selfishness. People who have lot of negative energy, അവരുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം എന്താണെന്നറിയോ? പോസിറ്റീവായി ഹാപ്പിയായി പോകുന്ന മനുഷ്യരെ കഴുത്തിന് കുത്തിപ്പിടിക്കും. എന്നിട്ട് അവരിലേക്ക് ആ വ്യക്തികളുടെ നെഗറ്റീവ് എനർജി എല്ലാം വാരിക്കോരിയിടും. ദേ ഫീൽ ബെറ്റർ. അതേസമയം ആ പോസിറ്റീവ് എനർജിയിൽ നടന്നിരുന്ന ആ വ്യക്തികളുടെ അവസ്ഥ എന്തായിത്തീരും? ദേ വിൽ ഫീൽ അട്ടർ ഹൊറിബിൾ. അങ്ങനെ നമ്മളെ ഹൊറിബിൾ ഫീലിംഗ് ആക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുമായി കൂട്ടുകൂടുന്നതും നമ്മളിലേക്ക് നെഗറ്റീവ് കമൻസ് പാസ് ചെയ്യുന്നതും. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ആ ഒരു ഹൊറിബിൾ സ്റ്റേറ്റ് കുറച്ച് നാൾ നീണ്ടു നിന്ന് പോയാലും അതിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് യു ഷുഡ് ഷൈൻ ഈവൻ ബ്രൈറ്റർ. അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പോയാൽ അവർ ഇത്രയും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ഷവർ ഓൺ ചെയ്യും. അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത പണിക്ക് നടക്കണോ? മൈ സെക്കൻഡ് ടിപ്പ് ഇസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ആ ട്രസ്റ്റ് മിസ്സിംഗ് ആവുകയോ കുറയുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരാറുള്ളത്. ദൈവത്തിലുള്ള ആശ്രയം നമ്മൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളിൽ നിന്നെല്ലാം ഒരു ആർമർ എന്നുള്ള രീതിയിൽ, ഒരു ഷീൽഡ് എന്നുള്ള രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. ഞാനൊരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഭക്തിഭ്രാന്ത് പിടിച്ച ഒരാളോ അല്ല. പക്ഷേ യെസ്, ഐ ഹാവ് സ്റ്റഡീഡ് സൈക്കോളജി ആൻഡ് ഞാനും നിങ്ങളുടെ പോലെ തന്നെ ഒരു സാധാ മനുഷ്യനാണ്. So I have had my own share of good and bad experiences. There is nothing in this world God cannot solve. ദൈവത്തിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒറ്റൊരു ഇഷ്യൂ പോലും ലോകത്തില്ല. ആഫ്റ്റർ ഓൾ ഹീ ഈസ് ദ വൺ ഹു ക്രിയേറ്റഡ് അസ്, അല്ലേ? എന്നെ, നിങ്ങളെ, എല്ലാവരെയും സൃഷ്ടിച്ച ആള് ദൈവം തന്നെയാണ്. ഹീ ക്രിയേറ്റഡ് സ്നേക്സ് ടു. പാമ്പുകളെയും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ദൈവം തന്നിട്ടുണ്ട്. ഈ കേപ്പബിലിറ്റി യൂസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന നമ്മളുടെ സ്നേക്സ് ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ബോഡിയുടെ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്തിനും ഒരു ഹ്യൂമന്റെ ലൈഫിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. മെന്റൽ ഹെൽത്തിന് എല്ലാ വേൾഡ് ടീച്ചേഴ്സും പറയുന്ന പോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ ആൻഡ് ഓൾസോ പ്രെയർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ബി ഇറ്റ് എനി റിലീജിയൻ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഏതൊരു റിലീജിയനും ആയിക്കോട്ടെ, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഗോഡ്. മൈ തേർഡ് ടിപ്പ് ഇസ് പുട്ട് എഫേർട്ട് ടു ഫൈൻഡ് പോസിറ്റീവ് ഫ്രണ്ട്സ്. നമ്മളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന ആളുകൾക്ക് നമ്മൾക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കാം. ജീവിതത്തിന്റെ തിരക്കുകൾ പറഞ്ഞ് ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്താതെ പോസിറ്റീവ് വൈബ്സ് തരുന്ന ആളുകളെ നമ്മളുടെ ലൈഫിലേക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാം. ലെറ്റ്സ് ജസ്റ്റ് ആക്സെപ്റ്റ് ദ റിയാലിറ്റി. സൊസൈറ്റിയിലെ ആളുകൾ മിക്സഡ് ആണ്. ഗുഡ് ആൻഡ് ബാഡ് പീപ്പിൾ ആർ ദെയർ. സോ എല്ലാവരും ഗുഡ് പീപ്പിൾ അല്ല എന്ന് റിയലൈസ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഓൾ യുവർ പ്രഷ്യസ് ടൈം ഫോർ ഓൾ ദ പീപ്പിൾ അറൌണ്ട് യു, മേക്ക് എ ഡെസിഷൻ നൗ, ടുഡേ, that you are going to spend your precious time only with the people who bring good to your life. And also find most of the time for yourself only. Give a lot of love to yourself. നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കാം. Improve your life. Try to grow yourself. Each day, make it count. നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളെല്ലാം അടിപൊളി മൂഡിലിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. ആദ്യം നിങ്ങൾ സന്തോഷം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളും സന്തോഷവാനായിരിക്കണം. You should also be happy. If you're not happy, make yourself happy first and then look at the needs of others. This particular thought is called having healthy boundaries. Also, you cannot be happy always, അല്ലേ? ഒരു മനുഷ്യന് ഒരിക്കലും എപ്പോഴും സന്തോഷവാനായിരിക്കാൻ സാധിക്കില്ലല്ലോ. ഇടയ്ക്കൊക്കെ സങ്കടങ്ങളും ഉണ്ടാകും. പക്ഷേ ആ സങ്കടങ്ങളിലൂടെ നിങ്ങൾ പോകുന്ന കാലഘട്ടത്തിലും you should find time to be at least okay. നിങ്ങൾ ഓക്കെ ആണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഇടയ്ക്ക് ചോദിക്കണം. ഓക്കെ ആയിരിക്കാൻ ശ്രമിക്കണം. ഇതാണ് ലൈഫിലെ ആദ്യത്തെ അജണ്ട. അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വേറെ ഏതൊരു വ്യക്തിയെയും സന്തോഷിപ്പിക്കാനായിട്ടുള്ള ടൈം നിങ്ങൾ കണ്ടെത്താവൂ. പ്ലീസ് മേക്ക് ബെറ്റർ ചോയ്സസ് വിത്ത് യുവർ ലൈഫ്. ഐ കൺസിഡർ മൈ യൂട്യൂബ് ആസ് എ വിർച്വൽ ഫ്രണ്ട്. നിങ്ങളിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ കണ്ടിരിക്കുന്നത്. എൻ്റെ വിർച്വൽ ഫ്രണ്ടായ എൻ്റെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തോളൂ. Thanks for watching. Bye.